അതെ 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 അതൊരു പുതിയ ഒരു സമ്പ്രദായമാണ്. ഈ പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ്. ഞങ്ങളത് 100 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 100 സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള അത് പാലക്കാടേക്ക് അത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആധുനികവൽക്കരണത്തിൻ്റെ മാർഗവും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുടെ ഭാഗമായാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. പഴയതുപോലെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ബഹളം വെച്ചും ആനകളെ, കാരണം അവർക്കത് ശീലമായി. എപ്പോഴും നമുക്കത് ഒരു കാര്യമുണ്ട്, നമ്മൾ കുറേ അല്ലല്ല, വനംവകുപ്പ് അങ്ങനെ ഇതുവരെ പടക്കം പൊട്ടിച്ചാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. വനംവകുപ്പുകാർക്ക് 2 പടക്കം കൊടുത്താൽ എങ്ങനെയാണ് ശരിയാകുക? അപ്പോൾ അത് മാറ്റാനാണ് ഞങ്ങൾ കിഫ്ബി എന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം ആധുനിക ഉപകരണങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചത്. അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുകയും അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യാൻ ഇന്ന് കളക്ടർ അവരോട് സംസാരിക്കും. കളക്ടറോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അവർ പറയുന്ന ന്യായമായ കാര്യങ്ങളെല്ലാം സമ്മതിക്കണം, അതിനുള്ള തീരുമാനമെടുക്കാം. ആ തീരുമാനമെടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്, SP ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെയുണ്ട്. പക്ഷേ അവരുടെ ആവശ്യം കളക്ടർ തന്നെ വന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കണമെന്നൊരാവശ്യം വന്നപ്പോൾ കളക്ടർ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകും മുമ്പേ ഞാൻ കളക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കും എന്ന ആശ്വാസമല്ല ഞങ്ങൾക്കുള്ളത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കാനിടയാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചന തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, ഇപ്പം നിലമ്പൂരിലെ വോട്ടർമാർ നിലമ്പൂരിൽ തന്നെ അവിടുത്തെ ഇത്രയും ദിവസം പ്രചരണം നടത്തിയ എല്ലാ മുന്നണി നേതാക്കന്മാരും വന്യജീവി അക്രമം ഒരു പ്രശ്നമായിട്ട് അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ നാട്ടിലൊരു പ്രശ്നം എന്നുള്ളവർക്ക് അതുൾപ്പെടെ കേരളത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ ഇന്നലെ രാവിലെ 7 മണി, ഇന്ന് രാവിലെ 7 മണി വരെ ചർച്ച ചെയ്തിട്ടുണ്ടാകും. 8 മണിക്ക് അവർ പുതുതായിട്ടൊരു ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ സംഭവം തിരിച്ചടിയാവില്ല. ഈ സംഭവം ഖേദകരമാണ്, അത് പിന്നെ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. പക്ഷേ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനില്ല. അവർ ഓൾറെഡി തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തെ ബലപ്പെടുത്താൻ ഈ വന്യജീവി അക്രമത്തിൽ പ്രതിഷേധമുള്ള വോട്ടർമാരുണ്ട്. ആ വോട്ടർമാർക്ക് അവരുടെ തീരുമാനത്തെ ബലപ്പെടുത്താൻ ഇത് സഹായമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു ചില ജനകീയ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്ന വോട്ടർമാരുണ്ട്. അപ്പോൾ വോട്ടർമാർ പലതരത്തിലാണ്. അവർ ഇന്ന വിധത്തിൽ മാത്രമേ ചിന്തിക്കൂ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിൽ അർത്ഥമില്ല. വോട്ടർമാർ അവരുടെ സ്വതന്ത്രമായ ചിന്തയുടെയും അറിവിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഭാഗമായാണ് വോട്ട് ചെയ്യുക. ആ കമ്മിറ്റ്മെൻറ്റിൽ 1 മിനിറ്റ് കൊണ്ട് മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. തിരുവനന്തപുരം വിദൂര ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ സമാനമായൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച പുലർച്ചെ അവിടെ ഒരു സ്ത്രീയുടെ വീട് ഒരു കാട്ടാനകൾ വന്ന തകർത്തിട്ടുണ്ട്. ആ വീട് പൂർണ്ണമായിട്ട് ഒരൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പം അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, അതിനൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ നമുക്ക് നടപടിയെടുക്കാനുള്ള അധികാരവും സൗകര്യവും ഉണ്ടല്ലോ. അതൊക്കെ ചെയ്തു കൊടുക്കും.